എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. വി നോ ദ പെഡഗോജി ബെറ്റർ എന്ന ക്യാപ്ഷനോട് കൂടി വന്ന രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്കറിയാം, പരീക്ഷയ്ക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പെഡഗോജിയുടെ മാർക്കിന് നഷ്ടമാകില്ല. ആദ്യത്തെ ക്ലാസ് നിങ്ങൾ ഗംഭീരമായിട്ടാണ് സ്വീകരിച്ചത്. അതിൻ്റെ കമൻറ്റുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിച്ചവർ വരെയുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, പെഡഗോജി എൻ്റെ മേഖലയല്ല. ഞാൻ BEd പഠിച്ച് അവസാനിപ്പിച്ചൊരു ഭാഗമാണ്. എങ്കിലും ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ എന്നുള്ള നിലയിൽ പെഡഗോജിയുടെ മാർക്ക് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടമാകരുത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിയ ഒരു ക്ലാസ്സാണത്. അത് നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതിൽ വളരെ സന്തോഷം. ഒരുപാട് കമൻറ്റുകൾ അതിനടിയിൽ വന്നു. ഒരുപാട് പേര് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, പെഡഗോജി ക്ലാസ്സുകൾ ഇനി എടുക്കണം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ആ കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് വീണ്ടും എടുക്കണമെന്ന് തോന്നിയത്. പരീക്ഷയ്ക്ക് മുമ്പ് ഏത് ടീച്ചിങ് പരീക്ഷ ഏതും ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് എങ്ങനെയുള്ള ഒരു എക്സാമും ആയിക്കോട്ടെ, ആ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടി പറഞ്ഞു തന്ന് സമഗ്രമായിട്ട് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം പരീക്ഷയ്ക്ക് വിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യത്തെ ക്ലാസ് പോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് 16 ചോദ്യങ്ങളായിരുന്നെങ്കിൽ ഇന്ന് 18 ചോദ്യങ്ങളാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതിനകത്ത് ഓരോ ഓപ്ഷൻസും എടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സമഗ്രമായിട്ട് പെഡഗോജി, ഇംഗ്ലീഷ് പെഡഗോജിയെ കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു വിവരം നിങ്ങൾക്ക് കിട്ടും. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എത്ര കുറച്ച് മാർക്കോ ആയിക്കോട്ടെ, ആ മാർക്ക് നഷ്ടമാകില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ആദ്യത്തെ ക്ലാസ് സ്വീകരിച്ച പോലെ നിങ്ങൾ ഇതിനെ സ്വീകരിക്കുക. തുടക്കത്തിലേ പറയുന്നു, ഈ ചാനൽ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും, ക്ലാസ്സും കിട്ടും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഇപ്പോൾ LP UP പരീക്ഷയ്ക്കൊക്കെ ഹാൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞു. കുറച്ച് ഉദ്യോഗാർത്ഥികളൊക്കെ എന്നെ വിളിച്ചിരുന്നു. ഹാൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞപ്പം ഭയങ്കര ടെൻഷൻ. പരീക്ഷയ്ക്ക് പോയി പല മണ്ടത്തരങ്ങളും കാണിക്കാറുണ്ട്. തെറ്റുകൾ പ്രീവിയസ് ഇയറിലൊക്കെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ വരുമോ എന്നുള്ള ഭയമൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം പറയാം, മുൻവിധിയോടുകൂടി ഒന്നിനെ സമീപിക്കാതിരിക്കുക, ഭയത്തോടുകൂടി ഒരു കാര്യത്തെ നമ്മൾ സമീപിക്കാതിരിക്കുക. കാരണം നമ്മുടെ കർമ്മത്തിന് ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഭയവും, രണ്ട് നമ്മുടെ മുൻവിധിയും. നിങ്ങൾ എവിടൊക്കെ പേടിച്ച് നിൽക്കുന്നുവോ അവിടൊക്കെ നിങ്ങൾ വിസ്മരിക്കപ്പെടും എന്ന് ഓർക്കുക. ഇംഗ്ലീഷ് ഫിലിമായ ട്രോയ് എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്. ആയിരക്കണക്കിന് വരുന്ന സൈനികരുടെ ഇടയിലേക്ക് നായകനായ അഖിലസ് ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ പിന്നിൽ നിന്നൊരു സുഹൃത്ത് വിളിക്കുന്നുണ്ട്, ഡോണ്ട് ഗോ, നീ പോകരുത്, പോയാൽ നീ കൊല്ലപ്പെടും, അതർവൈസ് യു വിൽ ബി കിൽഡ് എന്ന് പറയുമ്പോൾ അഖിലസ് അവനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ദാറ്റ് ഈസ് വൈ യു വിൽ നോട്ട് ബി റിമെമ്പേർഡ്, അതുകൊണ്ടാണടാ നീ ഓർമ്മിക്കപ്പെടാതെ പോകുന്നതെന്ന്. അതായത് എവിടൊക്കെ നമ്മൾ പേടിച്ച് നിൽക്കുന്നുവോ അവിടൊക്കെ നമ്മൾ വിസ്മരിക്കപ്പെടുമെന്ന പോയിന്റ് ഓർക്കുക. ജീവിതത്തിൽ ഭയം എവിടെ അവസാനിക്കുന്നുവോ അവിടെ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നു എന്ന് ചിന്തിക്കുക. വളരെ കൂളായിട്ട് LP UP പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ പോയി പരീക്ഷ എഴുതുക. റിസൾട്ടിന്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഞങ്ങളുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ട്, ഞങ്ങളുടെ ആശംസകൾ നിങ്ങളോടൊപ്പം ഉണ്ട്. അതുമാത്രം മതിയാകും നിങ്ങൾക്ക് ഈ പരീക്ഷ കൂളായിട്ട് അറ്റൻഡ് ചെയ്യാൻ. ഞാൻ നീട്ടുന്നില്ല, വളരെ കുറച്ച് സമയമേ നമുക്കുള്ളൂ. ആ സമയത്തിനുള്ളിൽ മാക്സിമം കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. A multilingual approach to schooling from the very beginning is countering the ill effects of. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത വാക്കാണ് മൾട്ടിലിംഗ്വൽ. സ്പീക്കിംഗ് ഓർ ടീച്ചിങ് മോർ ദാൻ 2 ലാംഗ്വേജസ്. രണ്ടിൽ കൂടുതൽ ഭാഷ സംസാരിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിലിംഗ്വൽ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ മൾട്ടിലിംഗ്വൽ അപ്രോച്ച് ടു സ്കൂളിംഗ് ഫ്രം ദ വെരി ബിഗിനിങ് ഈസ് കൗണ്ടറിങ് ദ ഇൽ എഫക്ട്സ് ഓഫ്. നമ്മുടെ സ്കൂളുകളിൽ ഒരു മൾട്ടിലിംഗ്വൽ അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മുടെ മദർ ടങ്ങും അതുപോലെ തന്നെ ഒരു ഫോറിൻ ലാംഗ്വേജ് ആയ ഇംഗ്ലീഷും ഇത് മിക്സ് ചെയ്താണ് കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ അല്ലെങ്കിൽ ഇന്ത്യൻ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് അവരുടെ മദർ ടങ് പിന്നെ ഫോറിൻ ലാംഗ്വേജ്. അത് കൊണ്ടുണ്ടാവുന്ന ഒരു ദോഷം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒന്ന്, വീക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറയുന്നു. ലോസിങ് വൺസ് ഓൺ ലാംഗ്വേജ്. മാതൃഭാഷയിലുള്ള അവൻ്റെ പ്രാവീണ്യം നഷ്ടപ്പെടുന്നു. ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാകുന്നു. മോർ ദാൻ വൺ ഓഫ് ദ എബവ്. ഈ മുകളിലുള്ള പറഞ്ഞ കാര്യത്തിൽ ഒന്നിൽ കൂടുതൽ എണ്ണോ ശരിയാണ്. ചിലപ്പോൾ ഇത് രണ്ടും ശരിയാവാം, ഇത് രണ്ടും ശരിയാണ്. നൺ ഓഫ് ദ എബവ്, ഇത് മൂന്നും ശരിയല്ല എന്നാണ് 5 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, നമുക്കറിയാം വീക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ കാര്യം വരുന്നില്ല. കാരണം 2 ഭാഷകൾ ഒരുപോലെ കൈകാര്യം ചെയ്തു പോകുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂടുന്നതേ ഉള്ളൂ. ലേണിംഗ് ഡിസബിലിറ്റീസ് ഇതിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നില്ല. കാരണം ലാംഗ്വേജും
ലാംഗ്വേജ് ലേണിംഗ് ഈസ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ് വരുന്നില്ല. പിന്നുള്ളത് ലോസിങ് വൺസ് ഓൺ ലാംഗ്വേജ് ആണ്. അത് കറക്റ്റാണ്. കാരണം നമ്മൾ മംഗ്ലീഷ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ പിന്നെ നമ്മുടെ മലയാളത്തിലെ പ്രോപ്പറായിട്ടുള്ള പ്രയോഗങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു. നമ്മൾ മറ്റു ഭാഷകൾ ഇംഗ്ലീഷ് പദങ്ങൾ മലയാളത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നു. നമ്മുടെ മലയാളത്തിലുള്ള പ്രാവീണ്യം നമുക്ക് കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ലോസിങ് വൺസ് ഓൺ ലാംഗ്വേജ് എന്നുള്ളതാണ്. സോ ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ആൻസർ ലോസിങ് വൺസ് ഓൺ ലാംഗ്വേജ് എന്നാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ദ യൂസ് ഓഫ് 3 or more languages by an individual or group of speakers who could be inhabitants of a particular place or nation is known as. ആൾറെഡി പറഞ്ഞതാണ്, കഴിഞ്ഞ ക്ലാസ്സിലും ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യനാണ്. ഇത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തത്. നമുക്കറിയാം സ്പീക്കിംഗ് മോർ ദാൻ 2 languages, അതിനെ വിളിക്കുന്ന പേര് മൾട്ടി ലിംഗ്വലിസം. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് പറഞ്ഞ ക്വസ്റ്റ്യൻ വീണ്ടും ആഡ് ചെയ്തതെന്ന്. എനിക്ക് ഈ 3 വാക്കുകളൊന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഒന്നാമത്തേത് സ്കീമ, രണ്ടാമത്തേത് ഡയലക്റ്റ്, മൂന്നാമത്തേത് ഹോം ലാംഗ്വേജ്. സ്കീമ അവസാനം പറയാം, കാരണം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് ടേംസുകൾ അവസാനം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ലൈഡ് മാറ്റി പോകുമ്പോൾ ഉണ്ടാകുന്ന awkwardness നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എളുപ്പമുള്ളത് ആദ്യം പറയാം, സ്കീമ അവസാനം പറയാം. ഓക്കെ. ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചോണം, റീജിയണൽ ലാംഗ്വേജിനെയാണ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ഫോംസ് ഓഫ് ദ സെയിം ലാംഗ്വേജ് എഴുതി വെക്കുക. ഒരു ഭാഷയുടെ വേരിയേഷൻസിനെ വിളിക്കുന്ന പേരാണ് ഡയലക്റ്റ്. ഉദാഹരണം, കേരളത്തിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ മലയാളം സംസാരിക്കുന്നത് ഒരുപോലെയല്ല. പിന്നെ തിരുവനന്തപുരംകാരൻ എന്തിനിടെ അപ്പി എന്ന് പറയും. നിങ്ങൾ തിരുവനന്തപുരക്കാർ വിഷമിക്കേണ്ട, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. തൃശ്ശൂരുകാരൻ എന്തൊട്ര ശവി എന്ന് പറയും. ഞങ്ങൾ കൊല്ലക്കാർ എന്തോ ഒണ്ട്രാന്ന് പറയും. പിന്നെ കോട്ടയംകാരൻ എന്നതാടാ ഉവ്വ എന്ന് പറയും. ഈ 4ഉം ഒരേ അർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡയലക്റ്റ്. ഇംഗ്ലണ്ടിൽ എല്ലായിടത്തും ഇംഗ്ലീഷ് ഒരുപോലെയല്ല സംസാരിക്കുന്നത്. ഓരോന്നിനെ റീജിയണൽ ഡയലക്റ്റ് എന്ന് പറയും. അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡയലക്റ്റ് കാണും, അതിനെ വിളിക്കുന്ന പേരാണ് റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ, കറക്റ്റ് ആയിട്ടുള്ള ഉച്ചാരണം. ഇപ്പം കേരളത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയത്തിൻ്റെ കുറച്ച് ഏരിയകളിൽ സംസാരിക്കുന്ന മലയാളമാണ് പ്രോപ്പർ മലയാളം എന്ന് കരുതപ്പെടുന്നു. ബാക്കിയുള്ള മലയാളം നമ്മൾ ഡയലക്ട്സ് ആയിട്ട് എടുക്കുന്നത്. കേരളത്തിൽ തന്നെ ഒരുപാട് ഡയലക്റ്റുകളുണ്ട്. സോ അവസാനത്തെ ഹോം ലാംഗ്വേജ് ഇത് ഞാൻ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എന്നാലും പറയാം. ഹോം ലാംഗ്വേജ് നമ്മുടെ മാതൃഭാഷയാണ്, നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഭാഷയാണ്. നമ്മുടെ വീട്ടിലും ചുറ്റുപാടുകളിലും സംസാരിക്കുന്ന കൊളോക്കിയൽ ലാംഗ്വേജിനെ വിളിക്കുന്ന പേരാണ് ഹോം ലാംഗ്വേജ്. ഹോം ലാംഗ്വേജും സ്കൂൾ ലാംഗ്വേജും തമ്മിലുള്ള വ്യത്യാസം അവസാനം പറയുന്നുണ്ട്. കാത്തിരിക്കുക, ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവർക്ക് മാത്രമാണ് ഏറ്റവും നല്ല ടേംസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് അവസാനമായിരിക്കും. ഇത് ഓക്കെയാണോ? ഡയലക്ട്, റീജിയണൽ ലാംഗ്വേജ് അല്ലെങ്കിൽ വിളിക്കുന്ന പേര് ഡിഫറൻറ്റ് ഫോംസ് ഓഫ് ദ സെയിം ലാംഗ്വേജ്. ഞാൻ പറഞ്ഞ ഉദാഹരണം ഒരിക്കലും മറക്കരുത്, ഈ വാക്ക് പഠിക്കുക. ഇതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. മൾട്ടി ലിംഗ്വലിസം, മറ്റൊരു പേരുണ്ട്. സ്പീക്കിംഗ് മോർ ദാൻ ലാംഗ്വേജസിനെ വിളിക്കുന്ന മറ്റൊരു പേര് പോളിഗ്ലോട്ട് എന്നാണ്. ഒരു ഭാഷ സംസാരിച്ചാൽ മോണോലിംഗൽ, 2 ഭാഷ സംസാരിച്ചാൽ ബൈലിംഗൽ, 2ൽ കൂടുതൽ ഭാഷ സംസാരിച്ചാൽ മൾട്ടി ലിംഗ്വൽ അഥവാ പോളിഗ്ലോട്ട്. ഹോം ലാംഗ്വേജ് മറക്കരുത്. സൂപ്പറായിട്ട് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നെ 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാൻ നിങ്ങൾ അനുവദിക്കുക. അക്കോർഡിംഗ് ടു ദ 3 ലാംഗ്വേജ് ഫോർമുല, വാട്ട് ഷുഡ് ബി ദ ഫസ്റ്റ് ലാംഗ്വേജ്? 1968 ഇന്ത്യ ഗവൺമെന്റും വിദ്യാഭ്യാസ മന്ത്രാലയം കൊണ്ടുവന്ന ഒരു ഭരണപരിഷ്കാരമാണ്, വിദ്യാഭ്യാസ പരിഷ്കാരമാണ് 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുന്നത്. വർഷം ഓർത്തിരിക്കുക. ഇത് ഈ ഫോർമുല അനുസരിച്ച് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് വരുന്നത് നമ്മളുടെ മദർ ടങ്ങും, രണ്ടാമത്തെ ലാംഗ്വേജ് ആയിട്ട് വരുന്നത്, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് വരുന്നത് ഇംഗ്ലീഷും, കൂടാതെ 3ാമതൊരു ഭാഷ, അതായത് നോർത്ത് ഇന്ത്യകളിൽ ഒഴിച്ച് കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി കൂടി പഠിപ്പിക്കണം 3rd ലാംഗ്വേജ് ആയിട്ട്. ഇങ്ങനെ കൊണ്ടുവന്നൊരു ഭരണപരിഷ്കാരമാണ് എന്ത്? 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുന്നത്. ഇത് കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടിൽ നിന്നും സജഷൻസ് വന്നപ്പോഴാണ് ഈ ഭരണപരിഷ്കാരം കൊണ്ടുവന്നതെങ്കിലും അണ്ണാദുരൈ എന്ന് പറയുന്ന ഭരണാധികാരി ഇടപെട്ട് തമിഴ്നാട്ടിൽ ഇത് നടപ്പിലാക്കുന്നില്ല. സോ ഈ ഫസ്റ്റ് ലാംഗ്വേജ് ചോദിക്കും. ഫസ്റ്റ് ലാംഗ്വേജ് നമ്മുടെ മദർ ടങ്ങും, തമിഴായിരിക്കട്ടെ, മലയാളം ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ. സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷും, 3rd ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദിയുമാണ്. ഇനി പറ, വാട്ട് ഷുഡ് ബി ദ ഫസ്റ്റ് ലാംഗ്വേജ്? റീജിയണൽ ലാംഗ്വേജ് ഓർ മദർ ടങ്? മോഡേൺ ലാംഗ്വേജ് അല്ല, നമ്മുടെ മദർ ടങ് ആണ് നമ്മുടെ ഫസ്റ്റ്. സെക്കൻഡ് ഇംഗ്ലീഷ്, 3rd ഹിന്ദി.
1968, വർഷം മറന്നു പോരുത്. റീജിയണൽ ലാംഗ്വേജ് ഓർ മദർ ടങ്, മറക്കല്ലേ. 3 ലാംഗ്വേജ് ഫോർമുല ചോദിക്കാം. അറ്റ് വിച്ച് ഏജ് ഈസ് എ ചൈൽഡ് ഏബിൾ ടു ഡെവലപ്പ് എ ലാംഗ്വേജ് ദാറ്റ് മാച്ചസ് ദ കറക്റ്റ്നെസ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ് ആൻഡ് ഗ്രാമർ ഓഫ് എ ഗിവൻ ലാംഗ്വേജ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഏതു പ്രായത്തിലാണ് ഒരു കുട്ടി വാക്കുകളുടെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി പ്രോപ്പറായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നത്, പ്രോപ്പറായിട്ട് ഗ്രാമർ അനുസരിച്ച് സംസാരിച്ചു തുടങ്ങുന്നത്. ഇത് ഒരു ലാംഗ്വേജ് ഒരു കുട്ടി പഠിച്ചു തുടങ്ങുന്നത് അറ്റ് ദ ടൈം ഓഫ് ദെയർ ബർത്ത് ആണ്. അതായത് സംസാരിച്ചു തുടങ്ങുന്ന തെറ്റാണ്, പഠിച്ചു തുടങ്ങുക. ലേണിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആദ്യം ലിസണിങ്ങാ. ജനിച്ചു കിടക്കുന്ന കൊച്ചുങ്ങൾ വരെ എന്ത് ചെയ്യും? ചുറ്റുപാടുകളെ ഒബ്സർവ് ചെയ്ത് ലാംഗ്വേജ് പഠിക്കാറുണ്ട്. നമ്മുടെയൊക്കെ ലാംഗ്വേജ് ലേണിംഗ് ആരംഭിച്ചത് ജനനത്തിന് മുമ്പേ ആണെന്ന് പറയും. നമ്മൾ അഭിമന്യുവിൻ്റെ കഥ കേട്ടിട്ടുണ്ട്. ചക്രവ്യൂഹം ഭേദിക്കുന്നത് സുഭദ്രയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് ശ്രീകൃഷ്ണൻ പറയുന്നത് കേട്ട അഭിമന്യുവിൻ്റെ കഥ പുരാണത്തിൽ പറയുന്നുണ്ട്. സയൻസ് പറയുന്നത് ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ കുഞ്ഞ് ചുറ്റുപാടുകളെ ഒബ്സർവ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മൾ സിനിമകൾ കാണരുത്, വലിയ വയലൻസ് ഉള്ള സിനിമകൾ കാണരുത്, ഉച്ച ശബ്ദം കേൾക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. കാരണം ലിസണിങ്സ് ഉണ്ട്. എന്നാൽ സംസാരിച്ചു തുടങ്ങുക, ഭാഷ സ്പീക്ക് ചെയ്തു തുടങ്ങുന്നത് 1-ാമത്തെ വയസ്സ് മുതൽ, അറ്റ് ദി ഏജ് ഓഫ് 1. ഇത് കറക്റ്റായിട്ട് സംസാരിക്കുന്നത്, അവനൊരു സെൻറ്റൻസ് തെറ്റുകൂടാതെ പ്രോപ്പറായിട്ട് സംസാരിക്കുന്നത് അറ്റ് ദ ഏജ് ഓഫ് 4 ആണ്. എത്രയാണ്? 4 years. 4 വർഷം എടുക്കും. 3-3.5 വയസ്സൊക്കെ ആകുമ്പോൾ ഓക്കെ ആവുന്നവരുമുണ്ട്. 4-ാമത്തെ വയസ്സിലാണ് അവൻ സംസാരിക്കുന്നതിൽ ഗ്രാമർ മിസ്റ്റേക്ക് വരാതെ സംസാരിച്ചു തുടങ്ങുന്നത്. നെക്സ്റ്റ്, ഫ്രം വെയർ ടു സ്റ്റാർട്ട് ഇൻ ഓർഡർ ടു ലേൺ എനി ന്യൂ ലാംഗ്വേജ്. സൂപ്പറാണ്. ഒരു പുതിയ ഭാഷ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, പഠിക്കുമ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഫോർമേഷൻ ഓഫ് സെൻറ്റൻസ്. ആദ്യം തന്നെ സെൻറ്റൻസ് ഫോം ചെയ്യുവാണോ? നോ. ഫോർമേഷൻ ഓഫ് വേർഡ്സ്. ആദ്യം തന്നെ വേർഡ്സ് ഫോം ചെയ്യുവാണോ ആൽഫബറ്റ്സ് ഉപയോഗിച്ച്? നോ. അസോസിയേഷൻ ബിറ്റ്വീൻ ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്. ആൽഫബറ്റ്സും വേർഡ്സും തമ്മിലുള്ള ബന്ധം പഠിക്കുക എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ഒരു ലാംഗ്വേജ് പഠിക്കുമ്പം ചെയ്യേണ്ട കാര്യം. നൺ ഓഫ് ദം. നമുക്കറിയാം ഇത് രണ്ടും അല്ല. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അസോസിയേഷൻ ബിറ്റ്വീൻ ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നെക്സ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതേ ഉള്ളേ. ആരും ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്യരുത്. ഈ ക്ലാസ് കണ്ടിട്ടേ പരീക്ഷയ്ക്ക് പോകുള്ളൂ. ചോംസ്കീസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പാരാമീറ്റേഴ്സ് വാസ് ലേറ്റർ പബ്ലിഷ്ഡ് അണ്ടർ വിച്ച് തിയറി? നല്ലൊരു ചോദ്യമാണ്. ചോംസ്കീസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പാരാമീറ്റേഴ്സ് വാസ് ലേറ്റർ പബ്ലിഷ്ഡ് അണ്ടർ വിച്ച് തിയറി? ഇതിനെക്കുറിച്ച് ഞാൻ അവസാന ഭാഗത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളും പാരാമീറ്റേഴ്സും പ്രിൻസിപ്പിൾസും ഒക്കെ പിന്നീട് പബ്ലിഷ് ചെയ്യപ്പെട്ടത് ഏത് പുസ്തകത്തിലാണ്? ലെക്ചർ ഓൺ ഗവൺമെന്റ് ആൻഡ് ബൈൻഡിങ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. ബാക്കി ഒന്നിലും അല്ല. ഇതിനകത്ത് സിൻറ്റാക്റ്റിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ സൈക്കോളജി നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നത് അത് തന്നെയാണ്. ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ അഥവാ TG ഗ്രാമർ എന്താണെന്ന് അവസാനം പറഞ്ഞുതരാം. അതൊരു ക്ലാസ് പോലെ ഞാൻ എടുത്തു തരാം. കുറേ ടേംസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഉദ്യോഗാർത്ഥികൾ സജസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ പറഞ്ഞു പോകുന്നില്ല. ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അവസാനം പറയാം. ചോംസ്കി അദ്ദേഹത്തിൻ്റെ പാരാമീറ്റേഴ്സും പ്രിൻസിപ്പിൾസും പിന്നീട് പബ്ലിഷ് ചെയ്തത് ഏതിലാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ പേര് ലെക്ചർ ഓൺ ഗവൺമെന്റ് ആൻഡ് ബൈൻഡിങ് എന്നാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. വെയിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ടൈപ്സ് ഓഫ് സ്കിൽസ് ആർ യൂസ്ഡ് ഇൻ ലാംഗ്വേജ്? സിമ്പിൾ. LSRW. ഇതാണ് കറക്റ്റ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ആൻസർ 4. ഓക്കെ, ആദ്യം ഒരു ഭാഷ പഠിക്കണമെങ്കിൽ ആദ്യം ലിസണിങ്, പിന്നെ സ്പീക്കിംഗ്, പിന്നാണ് റീഡിങ്ങും, പിന്നെ അവസാനം വരുന്നതാണ് റൈറ്റിംഗ്. 4 സ്കിൽസാണ് 4 സ്കിൽസ് ഓഫ് എ ലാംഗ്വേജ്. ഏതാന്ന് ചോദിച്ചാൽ LSRW. ആൻസർ കിട്ടി. നെക്സ്റ്റ്, മറന്നു പോകരുത്. ദ റീസൺ ഫോർ ദ അണ്ടർ ഡെവലപ്മെന്റ് ഓഫ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഈസ്. ദ റീസൺ ഫോർ ദ അണ്ടർ ഡെവലപ്മെന്റ് ഓഫ് സ്പീച്ച് ആൻഡ്, പല കാരണങ്ങളുണ്ട്. ലാംഗ്വേജ് ഡെവലപ്പ് ആവാത്തതിനും സംസാരിക്കാൻ കഴിയാത്തതിന് ഒരു കുട്ടി സംസാരിക്കുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അവൻ്റെ ലാംഗ്വേജ് ഡെവലപ്ഡ് ആവുന്നില്ല 4 വയസ്സായിട്ടും. അതിൻ്റെ കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഓപ്ഷനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോസ്റ്റ് ലാംഗ്വേജ് ഡെഫ്നെസ് എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഒരു കുട്ടി ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞൊരു 6 വയസ്സിന് ശേഷം അവൻ്റെ കേൾവിശക്തി നഷ്ടപ്പെടുന്നതിനാണ് പോസ്റ്റ് ലാംഗ്വേജ് ഡെഫ്നെസ് എന്ന് പറയുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ടേം ലാസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ലാക്ക് ഓഫ് പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാത്തത് കൊണ്ടാണോ? നോ. ബൈ ബർത്ത് ഡെഫ്നെസ്. ദിസ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. ജന്മനാ കേൾവിശക്തി ഇല്ലാത്ത ഒരാൾക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ സമയമെടുക്കും.
കേൾവി ശക്തിയില്ല. കാരണം ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ തൊട്ടു മുമ്പിലത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞു, ലിസണിങ് ആണ്. അത് അവന് കഴിയില്ല. ലിസൺ ചെയ്യാതെ ഇന്നേ വരെ ഒരാളും ഒരു ലാംഗ്വേജ് സ്പീക്ക് ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല. സോ ദിസ് ഈസ് കറക്റ്റ്. ഡെഫ്നെസ് ഷോർട്ട്ലി ആഫ്റ്റർ ബർത്ത്, ഇത് വരുത്തില്ല. ബർത്തിന് ശേഷം വരുന്ന അതും പ്രശ്നമല്ല. പോസ്റ്റ് ലാംഗ്വേജ് ഡെഫ്നെസ്സും പ്രശ്നമല്ല. അത് സംസാരിച്ച് കഴിഞ്ഞായിരിക്കും നഷ്ടപ്പെടുന്നത്. ഇതൊന്നുമല്ല, ബൈ ബർത്ത് ഡെഫ്നെസ് ഈസ് ദ മേജർ പ്രോബ്ലം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മോസ്റ്റ് ചിൽഡ്രൻ ലേൺ ദെയർ നേറ്റീവ് ലാംഗ്വേജ്. ഒരു കുട്ടി അവൻ്റെ നേറ്റീവ് ലാംഗ്വേജ് സംസാരിച്ചു തുടങ്ങുന്നത്, പഠിച്ചു തുടങ്ങുന്നതല്ല, കറക്റ്റ് സംസാരിച്ചു തുടങ്ങുന്നു, ഉപയോഗിച്ചു തുടങ്ങുന്നത്. ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 4 അറ്റ് ദ ഏജ് ഓഫ് 4. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈക്കോളജിസ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലാംഗ്വേജ് ഡെവലപ്മെന്റ്? ഇതെല്ലാവരുടെയും സിദ്ധാന്തങ്ങൾ ഞാൻ പറയാം. ബിനെറ്റ്, ചോംസ്കി, പാവ്ലോ, മാസ്ലോ, ഇവരുടെ എല്ലാം ഫുൾ നെയിമും ഇവരുടെ എല്ലാം എന്തിനോടാണ് അസോസിയേറ്റ് ചെയ്തിരുന്നത്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തം എന്താണെന്ന് ലാസ്റ്റ് പറയുന്നുണ്ട്. തൽക്കാലം ആൻസർ പറയാം. ലാംഗ്വേജ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ സിമ്പിൾ, നോം ചോംസ്കി. നോം ചോംസ്കിയാണ്. ബിനെറ്റ് ആരാണ്, എന്തിലാണ് അസോസിയേറ്റ് ചെയ്യുന്നത്, അതെല്ലാം അവസാനം പറഞ്ഞുതരാം. കേൾക്കണേ, അവസാനം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സർപ്രൈസുകൾ ഞാൻ കാത്തു വെച്ചിട്ടുണ്ട്. അറ്റ് വിച്ച് ഏജ് ഡസ് എ ചൈൽഡ് ഡെവലപ്പ് ഹിസ് ഓർ ഹർ ലാംഗ്വേജ്? ഏതു വയസ്സിലാണ് ഒരു കുട്ടി അവൻ്റെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത്? പറ. സംസാരിച്ചു തുടങ്ങുന്നതല്ല, ലിസണിങ് തുടങ്ങുന്നത് ഏത് വയസ്സിലാണ് എന്ന് പറയുന്നുണ്ട്. അതായത് 1 year, അറ്റ് ദ ഏജ് ഓഫ് 1 ആണ് കറക്റ്റ്. വാട്ട് ഈസ് നോട്ട് എ മേജർ കൺസേൺ ഓഫ് ദ സ്കൂൾ ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ് കോമ്പീറ്റൻസ്? ഒരു കുട്ടിയുടെ ലാംഗ്വേജ് കോമ്പീറ്റൻസിൽ പ്രാധാന്യമില്ലാത്ത പോയിന്റ് ഏതാണ്? ലാംഗ്വേജ് കോമ്പീറ്റൻസിന് ആവശ്യമില്ലാത്തൊരു പോയിന്റ്. അതായത് 3 പോയിന്റുകൾ ആവശ്യമുള്ളത്, ഒരെണ്ണം ആവശ്യമില്ലാത്തതായിരിക്കും. ലാംഗ്വേജ് ലേണിംഗ്, പ്രത്യേകിച്ച് UP LP ക്ലാസ്സുകളിൽ ലാംഗ്വേജ് ലേണിംഗ് പഠിപ്പിക്കുമ്പോൾ, ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുമ്പോൾ സംസാരിക്കാനും കേട്ടാൽ മനസ്സിലാവാനോ, സംസാരിക്കാനാണ് ആദ്യം പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ലാംഗ്വേജിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഘടകം ഏതാണ്? ഇഷ്യൂസ് റിലേറ്റഡ് ടു ആർട്ടിക്കുലേഷൻ ആൻഡ് ലിറ്ററസി. വാട്ട് ഈസ് നോട്ട് എ മേജർ കൺസേൺസ്? ഇത് വേണം. ആർട്ടിക്കുലേഷൻ, ഉച്ചാരണവും ലിറ്ററസിയും, അത് പ്രൊനൗൺസിയേഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ആർട്ടിക്കുലേഷൻ വേണം. എൻഹാൻസിങ് വൊക്കാബുലറി കോണ്ടം, അവിടെ നിൽക്കട്ടെ. എബിലിറ്റി ടു യൂസ് ലാംഗ്വേജ് ആൻഡ് ക്രിയേറ്റ്, ലാംഗ്വേജ് യൂസ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഇതും വേണം. ടു തിങ്ക് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്, ചിന്തിച്ച് സംസാരിക്കുക, അതും വേണം. സ്വന്തമായിട്ട് ചിന്തിച്ച് സംസാരിക്കുമ്പോഴാണ് ലാംഗ്വേജ് ലേണിംഗ് പ്രോപ്പർ ആവുന്നത്. സോ ഇത് 3ഉം വേണം. ഇതെന്തുകൊണ്ട് വേണ്ട? വൊക്കാബുലറി കോണ്ടം എൻഹാൻസ് ചെയ്യുന്നില്ല. വൈ? അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും പറയുന്നത് ഒരു ഭാഷ സംസാരിക്കണമെങ്കിൽ ഒരുപാട് വാക്കുകൾ പഠിക്കണം. ഡെയിലി 10 വാക്ക് വെച്ച് പഠിക്കൂ, ഇംഗ്ലീഷ് സംസാരിക്കും. മലയാളം ചുമ്മാതാ. നമുക്ക് മലയാളം ഡിക്ഷണറി എന്ന് പറയുന്നൊരു വാക്ക്, ഞാൻ ഉദാഹരണം പറയാം. മലയാളം ഡിക്ഷണറി നിഘണ്ടു ഉണ്ട്, ഒരുപാട് വാക്കുകളുണ്ട്. അതിൽ എത്ര വാക്ക് നിങ്ങൾക്കറിയാം? നിങ്ങൾ മലയാളത്തിലൊരു മാസ്റ്ററാണ്, എനിക്കറിയാതെ. എല്ലാവരും അവരുടെ മദർ ടങ്ങിൽ മാസ്റ്ററാണ്. ഞാൻ നിർത്താതെ വേണമെങ്കിൽ ഒരു 2 മണിക്കൂറോടെ ഒന്ന് സംസാരിക്കാം മലയാളത്തിൽ. പക്ഷേ എനിക്ക് വളരെ കുറച്ച് വാക്കുകൾ, 10% വാക്കുകൾ മാത്രമേ ആ ഡിക്ഷണറിയിൽ എനിക്കറിയൂ. അതായത് ഒരു ഭാഷ സംസാരിക്കുന്നതിന്, ഉപയോഗിക്കുന്നതിന് ഒരുപാട് വൊക്കാബുലറി ആവശ്യമില്ല. ആദ്യമേ കയറി അത് ചെയ്യരുത്, അതാണ് പറയുന്നത്. അത് പിന്നെ എപ്പോഴാണ് ചെയ്യുന്നത്? ഈ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞ്, സംസാരിച്ചു കഴിഞ്ഞൊരു പണ്ഡിതനാവാൻ, പ്രസംഗിക്കാൻ, ഒരുപാട് എഴുതാൻ, ലിറ്ററേച്ചർ എഴുതാൻ, ഇതിനൊക്കെയാണ് കൂടുതൽ വേർഡ്സ് വേണ്ടത്. സിമ്പിൾ. ഞാനൊരു ഉദാഹരണം പറയാം. താമര എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് പര്യായങ്ങളുണ്ട് മലയാളത്തിൽ. താമര എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. അമ്പുതം ആന്ന് തോന്നുന്നു, അമ്പുതോ അമ്പുജോ, അമ്പുതം, കമലം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നേറ്റീവ് ആയിട്ടുള്ള ആളൊരു താമര നിൽക്കുമ്പോൾ എന്തോ പറയുന്നേ? അമ്പുതം നോക്കൂ, ആ കമലം നിൽക്കുന്നത് നോക്കൂ എന്നാണോ പറയുന്നത്? അല്ല, നമുക്ക് താമര മതി, അത്രയേ ഉള്ളൂ. ഒരുപാട് സിനോണിംസ് നമുക്ക് അറിയാമെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും കോമൺ വേർഡ്സാണ്. സോ യൂസിങ് എ ലാംഗ്വേജ് സ്പീക്കിംഗ് ഓർ ലിസണിങ് എ ലാംഗ്വേജ്, നമുക്ക് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് വൊക്കാബുലറി ആവശ്യമില്ല. ഇംഗ്ലീഷിലും അതുപോലെ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ കോവളത്ത് മത്തി വിൽക്കുന്ന സ്ത്രീകൾ ഇംഗ്ലീഷ് സംസാരിക്കും. അവിടെ കടയിൽ കടല വിൽക്കുന്ന സ്ത്രീകൾ ഇംഗ്ലീഷ് സംസാരിക്കും. പക്ഷേ അവർക്ക് ഇംഗ്ലീഷ് എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല, ഒരുപാട് വാക്കുകൾ അറിയത്തില്ല. നിങ്ങളൊരു കട്ടി വാക്കി വെച്ചാൽ അവർക്കറിയത്തില്ല, പക്ഷേ അവർ സൂപ്പറായിട്ട് സംസാരിക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഇത് ആവശ്യമില്ല എന്നാണ് അർത്ഥം. നെക്സ്റ്റ്, അത് പിന്നീടുള്ള കാര്യമാണ്.
According to Chomsky, an innate capacity to acquire language is the result of our uniquely human biological inheritance is called. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണിത്. അതായത് ചോംസ്കിയുടെ അഭിപ്രായത്തിൽ innate capacity to acquire language is the result of uniquely human biological inheritance. Acquiring a language, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ലാംഗ്വേജ് അക്വിസിഷനും ലാംഗ്വേജ് ലേണിങ്ങും രണ്ടും രണ്ടാ. അക്വിസിഷൻ കോൺഷ്യസാ അല്ല, കോൺഷ്യസ് അല്ല, എന്നാൽ ലേണിംഗ് കോൺഷ്യസ് ആണ്. അതായത് നമ്മൾ മലയാളം പഠിച്ചത് ലാംഗ്വേജ് അക്വിസിഷന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. നമ്മൾ അക്വയർ ചെയ്യുകയാണ്, ഒരു എഫർട്ട് ഇല്ലാതെ പഠിക്കാൻ വേണ്ടി പഠിക്കുമല്ല, അറിയാതെ പഠിച്ചു പോവുകയാണ്. ഈ സിദ്ധാന്തത്തെ വിളിക്കുന്ന പേര് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നാണ്. ഇതിനെ പൊതുവായി വിളിക്കുന്നത് ലാഡ് എന്നാണ്. ഇത് നോം ചോംസ്കിയുടെ അഭിപ്രായമാണ്, പുള്ളിയുടെ സിദ്ധാന്തമാണ്. ഓക്കെ, നെക്സ്റ്റ്. ഈ ഓപ്ഷൻ ബാക്കിയുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ, അവസാനം എല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെൻസിറ്റീവ് പീരീഡ് പെർട്ടൈനിങ് ടു ലാംഗ്വേജ് ഡെവലപ്മെന്റ്? വീണ്ടും വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുകയാണ്. ഒരു കുട്ടിയുടെ ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായം ചൈൽഡ്ഹുഡാണ്. കാരണം കുട്ടിക്കാലത്ത് പഠിക്കുന്ന ഒന്നും നമ്മൾ മറക്കത്തില്ല. മലയാളം പഠിച്ചത് കുട്ടിക്കാലത്താണ്. നമ്മളൊരു സമയം കഴിഞ്ഞ് ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഇംഗ്ലീഷ് അറിയാത്തത്. പിന്നെ രണ്ടാമത്തെ ഘടകം മലയാളം നമ്മുടെ മദർ ടങ് ആയിരുന്നു. സോ ഏർലി ചൈൽഡ്ഹുഡാണ്, ഏർലി ചൈൽഡ്ഹുഡ് പീരീഡ് ആണ് ഒരു ദ ബെസ്റ്റ് ടൈം ടു ലേൺ എ ലാംഗ്വേജ് ഈസ് ഏർലി ചൈൽഡ്ഹുഡ്. പഠിക്കുക. According to B.F. Skinner, language development in children takes place. B.F. സ്കിന്നറിന്റെ അഭിപ്രായത്തിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് കുട്ടികളിൽ നടക്കുന്നത് ആസ് ആൻ ഔട്ട്കം ഓഫ് ഇൻമോൺ കേപ്പബിലിറ്റി, ജന്മനാ ഉള്ള കഴിവ് കൊണ്ടാണ്. ആസ് ആൻ ഔട്ട്കം ഓഫ് ട്രെയിനിങ് ഇൻ ഗ്രാമർ, ഗ്രാമറിൽ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് കൊണ്ടാണ്. ആസ് ആൻ ഔട്ട്കം ഓഫ് ഇമിറ്റേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെന്റ്, കുട്ടികൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെയാണ്. ആസ് ആൻ ഔട്ട്കം ഓഫ് മെച്യൂരിറ്റി, പക്വത ആർജിക്കുന്നതിലൂടെയാണ്. സിമ്പിളായിട്ട് ആൻസർ പറയാം, ഇമിറ്റേഷൻ. ലാംഗ്വേജ് എങ്ങനെ പഠിച്ചു? ഹൂ ടോട്ട് യു ലാംഗ്വേജ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം നോബഡി ടോട്ട് us ലാംഗ്വേജ്, വി ലേൺഡ് ഇറ്റ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്നും പഠിച്ചു. എങ്ങനെ? കേട്ട് പഠിച്ചു. കേൾക്കാതെ ഇന്നേ വരെ ഒരാളും സംസാരിച്ചിട്ടില്ല. നിങ്ങൾ പറയും, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ ചുറ്റുപാട് നിന്ന് അവർ പറയുന്നത് കേട്ട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്തു. എൻ്റെ മകൾ ഇപ്പം 3.5 വയസ്സ്, അവൾ ഞങ്ങളുടെ വീട്ടിൽ ആരെന്ത് പറയുന്നു അത് റിപ്പീറ്റ് ചെയ്യും. സോ ഇമിറ്റേഷൻ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനെ വിളിക്കുന്ന പേരാണ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. ആസ് ആൻ ഔട്ട്കം ഓഫ് ഇമിറ്റേഷൻ ആൻഡ് റീകൺഫ്യൂഷൻ. ഇതൊക്കെ പരീക്ഷകളിൽ ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. Out of the following, which is not the characteristics of the collaborative assessment for inclusive classroom? എന്താണ് കൊളാബറേറ്റീവ് അസസ്മെന്റ്? കളക്റ്റീവ് ലേണിംഗ് ആണ്. ടീച്ചർ സെന്റേഡ് അല്ല, ലേണർ സെന്റേഡ് ആണ്. പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അവിടെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു ഘടകമുണ്ട്. ഫോക്കസ് ഓൺ എബിലിറ്റി, സ്ട്രെങ്സ് ആൻഡ് നീഡ്സ് ഓഫ് ദ ലേണർ. കുട്ടികളുടെ കഴിവ്, അവരുടെ ശക്തി, അവരുടെ വീക്ക്നെസ്, അവരുടെ നീഡ്സ്, ഇതിനെ അറിഞ്ഞുള്ളതാണ് കൊളാബറേറ്റ് ലേണിംഗ്. ശരിയാണ്. നോട്ടെന്നാ ചോദിച്ചിരിക്കുന്നത്. അസസ്മെന്റ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ്. കറക്റ്റാണ്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇതൊരു ക്വിക്കും അല്ല, ഇതൊരു ഗ്രാജുവൽ ഡെവലപ്മെന്റ് ആണ്. സ്റ്റുഡൻറ് ഷുഡ് ബി വ്യൂഡ് ആസ് പാസീവ് റെസിപ്പിയന്റ് ഓഫ് അസസ്മെന്റ്. തെറ്റ്. ലേണർ സെന്റേഡ് ആണ്, ടീച്ചർ സെന്റേഡ് അല്ല. അപ്പൊ എങ്ങനെയാണ് സ്റ്റുഡൻസിനെ പാസീവ് ലിസണേഴ്സ് എന്ന് പറയുന്നത്? നോ, ദേ ആർ ദ ആക്റ്റീവ് ലിസണേഴ്സ്. ദെയർ മോർ ദാൻ വൺ ഓഫ് ദ എബോവ്. തെറ്റ്. ഒരെണ്ണേ ഉള്ളു തെറ്റ്. ഇതാണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇതല്ല, മോർ ദാൻ വൺ ഓഫ് എന്ന് പറയുമ്പോൾ 2 എണ്ണം വരാം. 2 എണ്ണം ഇല്ല. വൺ ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് എന്ന് ചോദിച്ചാൽ സ്റ്റുഡൻറ് ഷുഡ് ബി വ്യൂഡ് ആസ് എ പാസീവ് റെസിപ്പന്റ് ഓഫ് അസസ്മെന്റ്. അതാണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റർവ്യൂസ് ആൻഡ് ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് കം അണ്ടർ വിച്ച് ടൈപ്പ്? പലതരത്തിലുള്ള അസസ്മെന്റ് ഉണ്ട്, നമുക്കറിയാം. റിഫ്ലക്റ്റീവ് ജേണൽ, അസൈൻമെന്റ്സ്, സെൽഫ് റിപ്പോർട്ട് ടെക്നിക്സ്, നൺ ഓഫ് ദ എബോവ്, ഇങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട്. അതിനകത്ത് ഇന്റർവ്യൂസും ഗ്രൂപ്പ് ഡിസ്കഷൻസും ഒക്കെ ഏത് അസസ്മെന്റിന്റെ കീഴിൽ വരുന്നതാണ്? ആൻസർ സെൽഫ് റിപ്പോർട്ട് ടെക്നിക്സ്. അസൈൻമെന്റ്സ് നമുക്കറിയാം. ഇതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ്ട് കഴിയാൻ പോവുക. 18 ചോദ്യം കഴിയുമ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ വിട്ട എല്ലാ വേർഡുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ദ കണ്ടിന്യൂസ് ആസ്പെക്ട് ഓഫ് CCE. CCEയുടെ ഫുൾ ഫോം പഠിച്ചോ? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഈ അടുത്ത സമയത്ത് നടപ്പിലാക്കിയ ഒരു പ്രോസസ്സാണ്, ഒരു വിദ്യാഭ്യാസ പരിഷ്കാരമാണ് CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. അതിനകത്ത് കണ്ടിന്യൂസ് എന്ന് പറയുന്ന വാക്ക് എന്തൊക്കെ കാണിക്കുന്നു? കെയർ ഓഫ് ദ ഡാഷ് ആൻഡ് ഡാഷ് ആസ്പെക്ട് ഓഫ് ഇവാലുവേഷൻ.
കണ്ടിന്യൂസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇവാലുവേഷൻ്റെ രണ്ട് ആസ്പെക്റ്റ് ഏതൊക്കെയാണ്? കണ്ടിന്യൂവൽ ആൻഡ് പീരിയോഡിസിറ്റി ആണോ, കണ്ടിന്യൂവൽ ആൻഡ് വാലിഡിറ്റി ആസ്പെക്റ്റ് ആണോ, കണ്ടിന്യൂവൽ ആൻഡ് റിലയബിലിറ്റി ആണോ? നൺ ഓഫ് ദം. ഒരു കാര്യം ഉറപ്പായി, ആദ്യത്തെ വാക്ക് കണ്ടിന്യൂവല, രണ്ടാമത്തെ വാക്ക് പീരിയോഡിസിറ്റി, വാലിഡിറ്റി, റിലയബിലിറ്റി ഇതൊന്നും അല്ല. പീരിയോഡിക്കൽ അസസ്മെന്റ് ആണ് ദിസ് വൺ. The continuous aspect of CCE takes care of the continual and periodicity aspect of evaluation. Periodical and continuous. അതാണ് CCE, continuous and comprehensive evaluation എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനമല്ല, തുടക്കമാകുന്നതേ ഉള്ളൂ. ഇനിയാണ് ശരിക്കും കഥ ആരംഭിക്കുന്നത്. ഇതുവരെ ഞാൻ 18 ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നിങ്ങൾക്ക് വേണ്ട പല കാര്യങ്ങളും ഇവിടെ കിടപ്പുണ്ട്. ഭാഷാ പഠന പദ്ധതിയിൽ 3 ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വർഷം 1968. തിരിച്ചു പോകൂ. ദ 4 ലാംഗ്വേജ് ഫോർമുല. ഇന്ത്യൻ വിദ്യാഭ്യാസ മന്ത്രാലയവും ഇന്ത്യൻ ഗവൺമെന്റും ചേർന്ന് 1968 ദ 3 ലാംഗ്വേജ് ഫോർമുല ചെയ്തു. എന്ത് കാണിക്കുന്നു? 3 ഭാഷകൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കണം. ഫസ്റ്റ് ലാംഗ്വേജ് അവരവരുടെ മദർ ടങ്, കേരളത്തിൽ മലയാളം, തമിഴ്നാട്ടിൽ തമിഴ്. സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, തേർഡ് ലാംഗ്വേജ് ഹിന്ദി കൂടി പഠിപ്പിക്കണം. ഇത് ഫോളോ ചെയ്യാത്തൊരു സംസ്ഥാനം തമിഴ്നാടാണ് എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞാണ്. അടുത്ത സ്കീമ. നിങ്ങൾ ചോദിച്ചില്ലയോ എന്താണ് സ്കീമ എന്ന്? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്കീമ എന്താണെന്ന് അറിയണ്ടേ? കാണ്. സ്കീമ, കൊഗ്നിറ്റീവ് സ്കീമ, അങ്ങനെയാണ് മുഴുവൻ പേര്. ഈസ് എ കൊഗ്നിറ്റീവ് ഫ്രെയിംവർക്ക് ദാറ്റ് ഓർഗനൈസസ് ഇൻഫർമേഷൻ അബൌട്ട് ദ വേൾഡ് അറൗണ്ട് us. It is a packet of information in our brain that categories objects and concepts into groups. അതായത് നമ്മുടെ ഇറ്റ് ഈസ് എ പാക്കറ്റ് ഓഫ് ഇൻഫർമേഷൻ ഇൻ അവർ ബ്രെയിൻ. നമ്മളുടെ ബ്രെയിനിൽ ആൾറെഡി ഉള്ള ഇൻഫർമേഷൻ വെച്ച് സ്വയം ഇവാലുവേറ്റ് ചെയ്ത് ഒബ്ജക്റ്റുകളും കോൺസെപ്റ്റുകളും ഗ്രൂപ്പ് ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് സ്കീമ. ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. സിമ്പിളായിട്ട് പറഞ്ഞു തരാം. അതായത് നമ്മൾ പലതരത്തിലുള്ള ബെറീസ് ഉണ്ട്. നമുക്കറിയാവുന്നത് മൾബറിയാണ്. കുട്ടിക്കാലം മുതൽ മൾബറി എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ബെറി എന്ന് പറയുന്ന മൾബറി നമ്മൾ പലയിടത്ത് കാണുകയാണ്. വേറൊരിടത്ത് പറയുമ്പോൾ അത് ബ്ലൂബെറി ആണെന്ന് പറയുന്നു, ബ്ലാക്ക് ബെറി ആണെന്ന് പറയുന്നു, സ്ട്രോബെറി ആണെന്ന് പറയുന്നു. അത് പിന്നീട് നമ്മൾ കാണുന്ന സാധനം. അപ്പം നമ്മൾ ഇത് വെച്ച് അസോസിയേറ്റ് ചെയ്യും. ഇതിലെല്ലാം ഒരു കോമൺ നേച്ചർ ഉണ്ട്. അതിനെ വിളിക്കുന്നത് വെഹിക്കിൾസ് എന്ന് കുട്ടിക്കാലത്ത് കേൾക്കും. എല്ലാം നമുക്ക് വാഹനങ്ങളാണ്. കുറച്ച് കഴിയുമ്പം കാറ്, ജീപ്പ്, ലോറി എന്ന് നമ്മൾ തിരിച്ചറിയാൻ പഠിക്കും. നേരത്തെ ഉള്ള അറിവ് വെച്ച് അതിനെ വിളിക്കുന്ന പേരാ സ്കീമ. ഞാൻ കുറച്ച് സ്കീമ പരിചയപ്പെടുത്താം. ഒബ്ജക്റ്റ് സ്കീമ. ഒബ്ജക്റ്റ് സ്കീമ എന്താണെന്ന് ചോദിച്ചാൽ, കുറേ കാലം കഴിയുമ്പം എല്ലാം നമുക്ക് വാഹനങ്ങളാണ്, വണ്ടിയാണ്. കുറച്ച് കഴിയുമ്പം ലേണിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാർ ആൻഡ് ബസ്. കാറും ബസ്സും എന്ന് പറഞ്ഞു തുടങ്ങും. അതിനു മുമ്പ് വണ്ടി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, റോൾ സ്കീമ. ജെൻഡർ റോൾസ് മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് അറിയത്തില്ല, ആണും പെണ്ണും. കുറച്ച് കഴിയുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ജെൻഡർ റോൾസ്. അത് മനസ്സിലാക്കും. അതിനെ വിളിക്കുന്ന റോൾ സ്കീം. ഓരോന്നിനും ഉദാഹരണമാണ്. ഇവന്റ് സ്കീമ. ഇവന്റ് സ്കീമ എന്താണെന്ന് ചോദിച്ചാൽ സീസൺസ് മനസ്സിലാക്കും. കുട്ടിക്കാലത്ത് ഇത് അറിയത്തില്ല. മഴക്കാലം, മഞ്ഞുകാലം, വേനൽക്കാലം, വർഷകാലം, ഇങ്ങനെ നമ്മൾ തരംതിരിക്കാൻ തുടങ്ങുന്ന സമയം. അതിനെ വിളിക്കുന്ന പേരാണ് ഇവന്റ് സ്കീമ. സ്വയം മനസ്സിലാക്കുന്നതാണ്. സെൽഫ് സ്കീമ. ലേണിംഗ് അബൌട്ട് പേഴ്സണൽ ആപ്റ്റിറ്റ്യൂഡ്സ്. നമ്മുടെ തന്നെ പേഴ്സണൽ ആപ്റ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നു. അതാണ് സെൽഫ് സ്കീമ. പേഴ്സൺ സ്കീമ, അതായത് ലേണിംഗ് അബൌട്ട് അതർ പീപ്പിൾസ് പേഴ്സണാലിറ്റീസ്, റോൾസ് ആൻഡ് പ്രിഫറൻസ്. മറ്റുള്ളവരുടെ പേഴ്സണാലിറ്റി, മറ്റുള്ളവരുടെ റോള്, മറ്റുള്ളവരുടെ പ്രിഫറൻസ് ലേൺ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പേഴ്സണൽ സ്കീമ എന്ന് പറയും. ഒന്നും കൂടെ പറയാം. സ്കീമ, എ കൊഗ്നിറ്റീവ് സ്കീമ ഈസ് എ കൊഗ്നിറ്റീവ് ഫ്രെയിംവർക്ക് that organizes information about the world around us. It's a packet of information in our brain that categorizes objects and concepts into groups. Object schema ഉണ്ട്. ലേണിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാർ ആൻഡ് ബസ്. ഒരു ഒബ്ജക്റ്റിനെ തിരിച്ചറിയുന്നതാണ്. റോൾ സ്കീമ ലേൺഡ് ജെൻഡർ റോൾസ് ആണ്. ഇവന്റ് സ്കീമ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ സീസൺസ്. സെൽഫ് സ്കീമ ലേണിംഗ് അബൌട്ട് പേഴ്സണൽ ആപ്റ്റിറ്റ്യൂഡ്സ്. പേഴ്സൺ സ്കീമ എന്ന് പറഞ്ഞാൽ ലേണിംഗ് അബൌട്ട് അതർ പീപ്പിൾസ് പേഴ്സണാലിറ്റീസ്, റോൾസ് ആൻഡ് പ്രിഫറൻസസ്. ഇതൊന്ന് എഴുതി വെച്ച് പഠിച്ചോണം. സ്കീമ എന്താണെന്ന് പഠിച്ചു വെക്കുക. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോം ലാംഗ്വേജ് ആൻഡ് സ്കൂൾ ലാംഗ്വേജ്? ഹോം ലാംഗ്വേജ് ഓപ്ഷനിൽ വന്നതാ, കേട്ടോ. എ ഹോം ലാംഗ്വേജ് ഈസ് എ ലാംഗ്വേജ് or the variety of language that is most commonly spoken by the members of a family for everyday interactions at home. നമ്മൾ വീട്ടിൽ കുട്ടിക്കാലം മുതൽ സംസാരിക്കുന്ന ഭാഷ, അതിനെയാണ് ഹോം ലാംഗ്വേജ്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഹോം ലാംഗ്വേജ്, സ്കൂൾ ലാംഗ്വേജും. നിക്ക്. ആൾസോ കാൾഡ് ഫാമിലി ലാംഗ്വേജ്. ഇതിനെ വിളിക്കുന്ന പേര്
ഫാമിലി ലാംഗ്വേജ് എന്നും ദ ലാംഗ്വേജ് ഓഫ് ദ ഹോം അങ്ങനെയൊക്കെ അറിയപ്പെടാറുണ്ട്. സിമ്പിളാണ്, വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ, അതൊരു കൊളോക്കിയൽ ലാംഗ്വേജ് ആയിരിക്കും. വാട്ട് ഈസ് സ്കൂൾ ലാംഗ്വേജ്? കുറച്ചും കൂടെ സ്റ്റാൻഡേർഡാണ്. ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്, പുസ്തകത്തിൽ വരുന്ന ലാംഗ്വേജ്, ക്ലാസ് റൂമിൽ പറയുന്ന ലാംഗ്വേജ് ആൻഡ് ടെസ്റ്റ്, പരീക്ഷകളിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, കോഡിഫൈഡ് ഫ്രം ഗ്രാമർ ആൻഡ് ഡിക്ഷണറീസ്, ഇത് വരുന്നത് ഗ്രാമർ റൂൾസും ഡിക്ഷണറിയിലെ വേർഡ്സുകളും ഉൾപ്പെടുത്തിയായിരിക്കും. ഹൈലി സ്റ്റാൻഡേർഡ് ആയിരിക്കും, ഹൈ പ്രസ്റ്റീജിയസ് ആയിരിക്കും, മെനി ഏരിയ ഉപയോഗിക്കുന്നുണ്ട്, പല ഏരിയകളിൽ ഉപയോഗിക്കുന്നുണ്ട്, അക്കാഡമിക് ഇൻ നേച്ചർ, ഇതൊരു അക്കാഡമിക് നേച്ചർ ആയിരിക്കും, മറ്റേത് ഭയങ്കര ഇൻഫോർമലും ആയിരിക്കും. ഇത് ഫോമലാണ്, മറ്റേത് ഇൻഫോർമൽ ആണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇൻഫോർമൽ ലാംഗ്വേജ്, ഫോർമൽ ലാംഗ്വേജ്. വീട്ടിൽ സംസാരിക്കുമ്പം അത് ഹോം ലാംഗ്വേജ് ഓർ ഫാമിലി ലാംഗ്വേജ്. സ്കൂളിൽ ഉപയോഗിക്കുന്ന ഭാഷ സ്കൂൾ ലാംഗ്വേജ്. സത്യം പറഞ്ഞാൽ നമ്മൾ ലാംഗ്വേജ് പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങുന്നത് സ്കൂളിൽ വന്നതിന് ശേഷമാണ്. അതുവരെ നമുക്കൊരു കൊളോക്കിയൽ ലാംഗ്വേജ്. അതുകൊണ്ട് സ്കൂളിൽ പോയവരും പോകാത്തവരും തമ്മിലുള്ള സംസാരത്തിലുള്ള വ്യത്യാസം വരുന്നത്. അതാ സ്കൂളിൽ പോയവർ സംസാരിക്കുന്നതും സ്കൂളിൽ പോകാത്തവർ സംസാരിക്കുന്നതും രണ്ട് രീതിയിലായിരിക്കും. സ്കൂൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്ന പോലെ ഡയലക്റ്റും റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ റീജിയണൽ ലാംഗ്വേജാണ്, എന്നാൽ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡാണ്. ഓക്കെ, നെക്സ്റ്റ്, മറന്നു പോകരുത്. അടുത്തതായിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒരു ചോദ്യമാണ്. നോം ചോംസ്കിയുടെ പാരാമീറ്റേഴ്സും പ്രിൻസിപ്പിൾസും പിന്നീട് പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകത്തിന്റെ പേരെന്ത് എന്ന് ചോദിച്ചിരുന്നു. ആ പുസ്തകത്തിന്റെ പേര് ലെക്ചർ ഓൺ ബൈൻഡിങ് ആൻഡ് ബൈൻഡിങ് എന്ന് പറയുന്ന പുസ്തകം. ലെക്ചർ ഓൺ ഗവൺമെന്റ് ആൻഡ് ബൈൻഡിങ്, ഗവൺമെന്റിനെയും ബന്ധനത്തെയും കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ. ലെക്ചേഴ്സ് ഓൺ ഗവൺമെന്റ് ആൻഡ് ബൈൻഡിങ് എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പൊ നോം ചോംസ്കിയുടെ ആ പുസ്തകത്തെ കുറിച്ച് ആദ്യം പറയാം. 1981 പ്രസിദ്ധീകരിച്ച ഭാഷാശാസ്ത്രജ്ഞനായ നോം ചോംസ്കിയുടെ ഒരു പുസ്തകമാണ്, ഇംഗ്ലീഷിൽ പഠിച്ചാൽ മതി, ദ ലെക്ചേഴ്സ് ഓൺ ഗവൺമെന്റ് ആൻഡ് ബൈൻഡിങ്. 1979 ഇറ്റലിയിലെ പിസയിലുള്ള സ്കൂല നോർമൽ സുപ്പീരിയറിൽ നടന്ന ഗ്ലോക്ക് കോൺഫറൻസിലും വർക്ക്ഷോപ്പിലും ചോംസ്കി നടത്തിയ പ്രഭാഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. അതായത് പുള്ളിയുടെ പാരാമീറ്റേഴ്സും പ്രിൻസിപ്പിൾസും 1979 പുള്ളി ഇറ്റലിയിലെ പിസയിലുള്ള സ്കൂൾ നോർമൽ സുപ്പീരിയറിലും ഗ്ലോക്ക് കോൺഫറൻസിലും വർക്ക്ഷോപ്പിലും പുള്ളി സംസാരിച്ചു. അത് പിന്നീട് 1981 ലെക്ചേഴ്സ് ഓൺ ഗവൺമെന്റ് ആൻഡ് ബൈൻഡിങ് എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെന്റ് അല്ല, ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തി. അതിനെ വിളിക്കുന്ന പേരാണ് ലെക്ചർ ഓൺ ഗവൺമെന്റ് ആൻഡ് ബൈൻഡിങ്. ഇത് നോം ചോംസ്കിയുടെയാണ്. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ട്രാൻസ്ഫോർമേഷൻ ഗ്രാമർ എന്താണെന്ന് പറഞ്ഞിട്ട് അതിലോട്ട് പോകാം. ബാക്കിയുള്ള മൂന്ന് സൈക്കോളജിസ്റ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ, TG ഗ്രാമർ എന്ന് പറയും, ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ എന്ന് പറയും, ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്നും പറയും. ഇതെല്ലാം ഒന്ന് തന്നെ. ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്ട്രക്ചർ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സെന്റൻസസ് which native speakers of a language accept as belonging to the language. It involves the use of defined operations called transformations to produce new sentence from existing ones. സംഭവം ഇത്രയേ ഉള്ളൂ. എന്താണ് TG ഗ്രാമർ അഥവാ ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്ന് ചോദിച്ചാൽ, it is a set of rules that indicates the structure and interpretation of sentences which native speakers of a language accepts as belong to language. അതായത് സാധാരണക്കാരനായ ഒരു ഭാഷ സംസാരിക്കുന്ന ആൾക്ക് ട്രാൻസ്ഫോർമേഷൻസ്, അതായത് ടു പ്രൊഡ്യൂസ് ന്യൂ സെന്റൻസസ് ഫ്രം എക്സിസ്റ്റിംഗ് വൺസ്, ആൾറെഡി ഉപയോഗിക്കുന്ന സെന്റൻസുകളിൽ നിന്നും പുതിയ സെന്റൻസുകൾ ട്രാൻസ്ഫോം ചെയ്യാൻ അല്ലെങ്കിൽ രൂപീകരിക്കാൻ, ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു റൂൾസ്, അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ അഥവാ TG ഗ്രാമർ. ഇത് നോം ചോംസ്കിയുടെയാണ്, പഠിച്ചു വെക്കുക. ഇനി ബാക്കിയുള്ളവരൊന്ന് പരിചയപ്പെടാം. ഈ ഒരു സെന്റൻസിൽ പറയുന്നുണ്ട്, ഇൻ ലിംഗ്വിസ്റ്റിക്സ് ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ ഓർ ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ ഈസ് എ പാർട്ട് ഓഫ് ദ തിയറി ഓഫ് ജനറേറ്റീവ് ഗ്രാമർ. തിയറി ഓഫ് ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ് ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ, എസ്പെഷ്യലി ഓഫ് നാച്ചുറൽ ലാംഗ്വേജസ്, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജസിനെയാണ് പറയുന്നത്. നെക്സ്റ്റ്, നോം ചോംസ്കിയുടെ ആണെന്ന് പഠിച്ചു വെക്കാം. മുമ്പേ നമ്മൾ ബൈ ഡെഫിനസ് എന്ന് പറഞ്ഞില്ലയോ, അതിനകത്ത് പോസ്റ്റ് ലിംഗ്വൽ ഡെഫിനസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്തുവാണെന്ന്. ബൈ ബർത്ത് ഡെഫിനസ് എന്ന് പറഞ്ഞ അർത്ഥം ജന്മനാ കേൾവി ശക്തി ഇല്ലാത്തത്. അതാണ് ഒരു ലാംഗ്വേജ് സംസാരിക്കാനും അണ്ടർ ഡെവലപ്മെന്റ് ആവാനുള്ള കാരണമെന്ന് അത് ചോദ്യം.
അതിനകത്ത് പോസ്റ്റ് ലിംഗൽ ഡെഫ്നെസ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അത് ഞാൻ പറഞ്ഞു, എസ്പെഷ്യലി 6 വയസ്സിന് ശേഷം ഡെഫ് ആവുക, കേൾവി ശക്തി നഷ്ടപ്പെടുന്ന അതിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ലിംഗൽ ഡെഫ്നെസ്, ആൾസോ നോൺ ആസ് പോസ്റ്റ് ലിംഗൽ ഹിയറിംഗ് ലോസ് ഈസ് എ ടൈപ്പ് ഓഫ് ഹിയറിംഗ് ഇമ്പയർമെന്റ്. ഇതൊറ്റ വാക്ക് കേട്ടോ, ഇതെല്ലാം impairment that develops after a person has acquired speech and language, usually after the age of 6. സംസാരിക്കാനും കേട്ടാൽ മനസ്സിലാവാനും തുടങ്ങിക്കഴിഞ്ഞ് 6 വയസ്സാകുമ്പോഴത്തേക്ക് പ്രോപ്പർ ആവുമല്ലോ. തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ കേൾവി ശക്തി നഷ്ടപ്പെടുന്നതിനെയാണ് പോസ്റ്റ് ലാംഗ്വേജ് ഡെഫ്നെസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഒക്കർ ഗ്രാജുവലി, ഒറ്റ വാക്കാട്ടോ, or suddenly and is more common than perilingual deafness which occurs during early childhood. പ്രീലിംഗ്വൽ അതായത് ഭാഷ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ജന്മനാ കേൾവിശക്തി നഷ്ടപ്പെടുന്ന ഇല്ലാത്ത അതിൽ നിന്നും വ്യത്യാസമാണ്. ഇത് നേരെ തിരിച്ചാണ്. ഇത് 6 വയസ്സിന് ശേഷമായിരിക്കും സംഭവിക്കുന്നത്, പെട്ടെന്നായിരിക്കും നഷ്ടപ്പെടുന്നത്. ഭാഷ സംസാരിച്ച് ഭാഷ കേട്ട് കഴിഞ്ഞ് മനസ്സിലാക്കി തുടങ്ങി കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ്. ഇത് പ്രീലിംഗ്വൽ ഡെഫ്നെസ് എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് ആണ്. ഇത് പോസ്റ്റ് ലിംഗൽ ഡെഫ്നെസ്, അതായത് ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഡെഫ്നെസ്. ഇത് ലാംഗ്വേജ് പഠിക്കുന്നതിന് മുമ്പുണ്ടാകുന്ന ഡെഫ്നെസ്. ഓക്കെ, ഇത് ഒരുപാട് ബാധിക്കപ്പെടത്തില്ല ലാംഗ്വേജ് ലേണിങ്ങിനെ, പിന്നീടുള്ള ലാംഗ്വേജ് ലേണിംഗ്. മറ്റേതാണ് ബാധിക്കപ്പെടുന്നത്, അണ്ടർ ഡെവലപ്മെന്റ്. സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സംസാരിച്ചോളൂ. റഷ്യൻ സൈക്കോളജിസ്റ്റ് ഇവാൻ പാവ്ലോവ്, നമ്മൾ 3 പേരെ പറഞ്ഞു, ബിനെറ്റ്, നോം ചോംസ്കി, പാവ്ലോവ്, അവരൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാം. റഷ്യൻ സൈക്കോളജിസ്റ്റ് ആട്ടോ, ഫിസിയോളജിസ്റ്റ്. റഷ്യൻ സൈക്കോളജിസ്റ്റ് ഇവാൻ പാവ്ലോവ് ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ഡിസ്കവറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷൻ ആൻഡ് അയാൾ എന്തുമായിട്ട് അസസ് ചെയ്തിരിക്കുന്നത്? ഇത് രണ്ടും പഠിച്ചോണം. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ബിഹേവിയറൽ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട റഷ്യൻ സൈക്കോളജിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ 1849 ജനിച്ച് 1936 മരിച്ച ഇവാൻ പാവ്ലോവ് ആണ്. പാവ്ലോവ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ബിഹേവിയറൽ ലേണിങ്ങും. ഇതൊന്ന് എഴുതി വെച്ച് പഠിച്ചോ. എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിപ്പത് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു ചോദ്യമായിരുന്നു നമ്മൾ കണ്ടത്. 2 മാസ്ലോവിന്റെ നീഡ് ഹിയറാർക്കി തിയറി അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈസ് വൺ ഓഫ് ദ മോട്ടിവേഷൻ തിയറി. ആ വാക്ക് പഠിച്ചു വെച്ചോ, മോട്ടിവേഷൻ. മാസ്ലോസ്, അബ്രഹാം ഹാരോൾഡ് മാസ്ലോവ് എന്നാണ് മുഴുവൻ പേര്. അഡ്വക്കേറ്റ് ദ തിയറി ഓഫ് മോട്ടിവേഷൻ ബേസ്ഡ് ഓൺ വേരിയസ് നീഡ്സ്. അപ്പൊ മോട്ടിവേഷണൽ തിയറിയുടെ ഉപജ്ഞാതാവ്, നീഡ് ഹിയറാർക്കി തിയറിയുടെ ഉപജ്ഞാതാവാണ് മാസ്ലോവ്. ഓക്കെ, അടുത്തത് ആൽഫ്രഡ് ബിനെറ്റ് ഫ്രഞ്ച് സൈക്കോളജിസ്റ്റ് ആണ്. പുള്ളിയുടെ ഫസ്റ്റ് പ്രാക്ടിക്കൽ ടെസ്റ്റ് IQ ടെസ്റ്റ് നടത്തിയത് പുള്ളിയാണ്. ഫസ്റ്റ് പ്രാക്ടിക്കൽ IQ ടെസ്റ്റ് നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആൽഫ്രഡ് ബിനെറ്റ് ആണ്, ഫ്രഞ്ച് സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ടെസ്റ്റിനെ വിളിക്കുന്ന പേര് ദ ബിനെറ്റ് സൈമൺ ടെസ്റ്റ് എന്നാണ്. ഓക്കെ, ആൽഫ്രഡ് ബിനെറ്റ്. 3 പേരെയും പഠിച്ചോ. മാസ്ലോവ് നീഡ് ഹയറാർക്കി തിയറി, അതുപോലെ മോട്ടിവേഷണൽ തിയറി. ആൽഫ്രഡ് ബിനെറ്റ് ഫ്രഞ്ച് സൈക്കോളജിസ്റ്റ് ആണ്. ഫസ്റ്റ് പ്രാക്ടിക്കൽ IQ ടെസ്റ്റ് നടത്തി ബിനെറ്റ് സൈമൺ ടെസ്റ്റ് എന്ന് അറിയപ്പെടുന്നു. ആദ്യം പറഞ്ഞത് ഇവാൻ പാവ്ലോവ് റഷ്യൻ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ബിഹേവിയർ ലേണിംഗിന്റെ ഉപജ്ഞാതാവാണ്. തീർന്നില്ല, ഒന്നും അവസാനിക്കുന്നില്ല. റിഫ്ലക്റ്റീവ് ജേണൽസ് നമ്മൾ പറഞ്ഞു പറഞ്ഞവരുണ്ട്. അസസ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പം നമ്മൾ സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞ് ഉത്തരം കിട്ടിയ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു റിഫ്ലക്റ്റീവ് ജേണൽസ്. കേട്ടോ, റിഫ്ലക്റ്റീവ് ജേണൽസ് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പേഴ്സണൽ റെക്കോർഡ്സ് ഓഫ് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളുടെ പേഴ്സണൽ റെക്കോർഡാണ്. ലേണിംഗ് എക്സ്പീരിയൻസ്, അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയുടെ പ്രോഗ്രസിന്റെ പേഴ്സണൽ റെക്കോർഡാണ്. സ്റ്റുഡൻസ് ടിപ്പിക്കലി ആർ ആസ്ക്ഡ് ബൈ ദെയർ ഇൻസ്ട്രക്ടേഴ്സ് ടു റെക്കോർഡ് ലേണിംഗ് റിലേറ്റഡ് ഇൻസിഡൻസ് സംടൈംസ് ഡ്യൂറിംഗ് ദ ലേണിംഗ് പ്രോസസ് ബട്ട് മോർ ഓഫൺ ജസ്റ്റ് ആഫ്റ്റർ ദേ ഒക്കർ. അതായത് അവരുടെ ലേണിംഗ് പ്രോസസ് എങ്ങനെ നടക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെടുന്ന അസസ്മെന്റ് ആണ് റിഫ്ലക്റ്റീവ് ജേർണൽസ്. അപ്പൊ ഇത്രയും പറയുക, ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക. റിഫ്ലക്റ്റീവ് ജേർണൽസ് ആർ പേഴ്സണൽ റെക്കോർഡ്സ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് എക്സ്പീരിയൻസ്. കുട്ടികളുടെ ലേണിംഗ് എക്സ്പീരിയൻസിന്റെ പേഴ്സണൽ റെക്കോർഡിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്റ്റീവ് ജേർണൽസ്. മറന്നുപോരുത്. ചെക്ക് ലിസ്റ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഫീഡ്ബാക്കും ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഒരു ക്ലാസ് ഇതിനു മുമ്പ് ചെയ്തിരുന്നു, പെഡഗോജി റിവിഷൻ. ആ ക്ലാസ് കാണാത്തൊരു അത്യാവശ്യം കാണണം. ഇത് രണ്ടും മതിയാവും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ. ഓക്കെ, അവസാന ഭാഗത്തേക്ക് കിടക്കുന്നു. ഇതിനകത്തൊന്നും പറയാതെ വിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിക്കാം. ഇൻഡക്റ്റീവ് ലേണിംഗും ഡിഡക്റ്റീവ് ലേണിംഗും, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ടീച്ചിങ്ങും ഡിഡക്റ്റീവ് ടീച്ചിങ്ങും. കഴിഞ്ഞ ദിവസം എക്സ്ട്രിൻസിക് മോട്ടിവേഷനും ഇൻട്രിൻസിക് മോട്ടിവേഷനും പറഞ്ഞിരുന്നു. സ്കിമ്മിങ്ങും സ്കാനിങ്ങും പറഞ്ഞിരുന്നു. ഇന്റൻസീവ് ലേണിംഗും എക്സ്റ്റൻസീവ് ലേണിംഗും പറഞ്ഞിരുന്നു. അതുപോലെ എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു സാധനമാണ് ഇൻഡക്റ്റീവ്
ഇൻഡക്റ്റീവ് വാസ് എന്നാണ് കേട്ടോ, US എന്നല്ല. ഇൻഡക്റ്റീവ് വാസ് ഡിഡക്റ്റീവ് ലേണിംഗ് എന്താണെന്ന് കേട്ടു. ഇൻഡക്റ്റീവ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ്. ഡിഡക്റ്റീവ് എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് അല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. പറഞ്ഞ് മനസ്സിലാക്കി തരാം. ലേണേഴ്സ് യൂസ് ദെയർ ഓൺ ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പീരിയൻസസ് ടു ഡെവലപ്പ് ദെയർ ഓൺ തിയറി. കുട്ടികൾ ഇത് ലേണർ സെൻറ്റേർഡാണ്, ഇത് ലേണർ സെൻറ്റേർഡാണ്, അങ്ങനെ ഓർത്താൽ മതി. കുട്ടികൾ സ്വയം പഠിക്കുന്നതിനെയാണ്. ഇത് ടീച്ചർ സെൻറ്റേർഡുമാണ്, അങ്ങനെ ഓർത്തിരിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് പരീക്ഷകളിരിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ലേണേഴ്സ് യൂസ് ദെയർ ഓൺ ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് ടു ഡെവലപ്പ് ദെയർ ഓൺ തിയറി. ഇതാണ് കറക്റ്റ് ലേണിങ്ങിൻ്റെ മെത്തേഡ്, ടീച്ചിങ്ങിൻ്റെ മെത്തേഡ്. കുട്ടികൾ തന്നെ ടീച്ചറിൻ്റെ റോൾ ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കും, ലേണർ സെൻറ്റേർഡ് ആയിരിക്കും. ഇതോ ടീച്ചർ പ്രസന്റ് എ തിയറി ആൻഡ് ദെൻ സ്റ്റുഡൻസ് ലുക്ക് അറ്റ് കേസ് സ്റ്റഡീസ് ടു ടെസ്റ്റ് ആൻഡ് ഇൻക്രീസ് അണ്ടർസ്റ്റാൻഡിങ്. അവിടെ ടീച്ചർ കൊടുക്കുന്നതിനനുസരിച്ച് അവർ നടത്തുന്ന ഒരു ലേണിംഗ് ആണ്, ടീച്ചിങ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഡിഡക്റ്റീവ്. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ടാണ് തിരിച്ചെഴുതിയപ്പോൾ ഉണ്ട് കേട്ടോ. ഇത് തിരിച്ചെഴുതുക. നമുക്കറിയാം ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ലേണർ ആണ് ഇമ്പോർട്ടൻറ്റ്. ഡിഡക്റ്റീവിൽ ടീച്ചർ സെൻറ്റേർഡ് ആണ്, ടീച്ചർ കൊടുക്കുന്ന അനുസരിച്ചാണ്. തിരിച്ചെഴുതിയേക്കുക, പറഞ്ഞത് തിരിച്ചാണ്, ഇവിടെ തിരിച്ചെഴുതിയേക്കുന്നു. ഇൻഡക്റ്റീവ് ആണ് ലേണർ, ഡിഡക്റ്റീവ് ടീച്ചർ. നീ കേട്ടോ, ടീച്ചർ സെൻറ്റേർഡ് ആകുമ്പം എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ഗീവ് എനി ന്യൂ നോളജ്. പുതിയ നോളജ് വരുന്നില്ല. ടീച്ചർ എന്തു പറയുന്നു? നമ്മൾ ക്ലാസ് റൂമിൽ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നത് ഒരു ഉദാഹരണമാണ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് വേരിഫിക്കേഷൻ. വേരിഫിക്കേഷൻ ആണ് ഇതിൻ്റെ മെത്തേഡ്. ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ടീച്ചിങ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഒരു ലെക്ചർ മെത്തേഡ്. ചൈൽഡ് ഗെറ്റ്സ് റെഡി മേഡ് ഇൻഫർമേഷൻ ആൻഡ് മേക്സ് യൂസ് ഓഫ് ഇറ്റ്. ചൈൽഡ് ഗെറ്റ്സ് റെഡി മേഡ് ഇൻഫർമേഷൻ, ചൈൽഡ് ഗെറ്റ്സ് റെഡിമെയ്ഡ് ഇൻഫർമേഷൻ, ഒറ്റ വാക്കായിട്ട് പറയണം. റെഡിമെയ്ഡ് ഇൻഫർമേഷൻ ആൻഡ് മേക്സ് യൂസ്. സ്പൂൺ ഫീഡിങ് ആണ്. ഒരു റെഡിമെയ്ഡ് ഇൻഫർമേഷൻ കൊടുക്കുന്നു, അവരത് യൂസ് ചെയ്യുന്നു. ഞാൻ ആദ്യം ഇത് മൊത്തം പറയാം കേട്ടോ. ഡിഡക്റ്റീവ് പറഞ്ഞിട്ട് പറയാം. ഇറ്റ് ഈസ് എ ക്വിക്ക് പ്രോസസ്. ടീച്ചർ കൊടുക്കുമ്പോൾ അതൊരു ക്വിക്ക് പ്രോസസ്സ്. ഇറ്റ് എൻകറേജസ് ഡിപ്പെൻഡൻസ് ഓൺ അതർ സോഴ്സസ്. കാരണം ഇത് വേറെ സോഴ്സിലൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഒരു ഡിപ്പെൻഡൻസി എപ്പോഴും ഉണ്ട്. ടീച്ചറെയും അല്ലെങ്കിൽ പുസ്തകങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ദർ ഈസ് ലെസ് സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റി. അവിടെ ആക്ടിവിറ്റിക്ക് സ്ഥാനമില്ല, അഡ്വഞ്ചറസിന് സ്ഥാനമില്ല, ക്രിയേറ്റിവിറ്റിക്ക് സ്ഥാനമില്ല. ഇറ്റ് ഈസ് എ ഡൗൺവേർഡ് പ്രോസസ് ഓഫ് തോട്ട് ആൻഡ് ലീഡ്സ് ടു യൂസ്ഫുൾ റിസൾട്ട്. ഒരിക്കലും തോട്ട് പ്രൊവോക്കിംഗ് അല്ല. കുട്ടികളുടെ ചിന്തകളെ ഉദ്ദീപിക്കുന്നത് ഒന്നും ഇവിടെ ഇല്ല. ഇതൊരു സ്പൂൺ ഫീഡിംഗ് ആണ്. ടീച്ചർ പറയുന്നത് മാത്രം ചെയ്യുക എന്ന് പറയും. ഇനി ഇതിനായിട്ട് നമുക്ക് ഇൻഡക്റ്റീവ് മെത്തേഡ് ഒന്ന് നോക്കാം. ഇറ്റ് ഡസ് നോട്ട് ഗീവ് എനി ന്യൂ നോളജ് എന്ന് പറഞ്ഞു ഡിഡക്റ്റീവ്. അപ്പോൾ ഇറ്റ് ഗീവ്സ് ന്യൂ നോളജ്. കുട്ടികൾ സ്വയം ചെയ്യുമ്പം, ചിന്തിക്കുമ്പം പല കാര്യങ്ങളും കിട്ടും. ഇവിടെ പറഞ്ഞു ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് വേരിഫിക്കേഷൻ എന്ന് പറഞ്ഞു. അതോ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡിസ്കവറി, കണ്ടെത്തലുകളിലൂടെ പഠിക്കും. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ. നോ, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ടീച്ചിങ്. Child gets ready-made information. No, child acquires first-hand knowledge and information by actual observation. ഒബ്സർവേഷനിലൂടെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനും നോളജും അക്വയർ ചെയ്യുന്നു. ഇതാണ് ലേണർ സെൻറ്റേർഡ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ ക്വിക്ക് പ്രോസസ്. ഡിഡക്റ്റീവ്. നോ, ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ്. പതുക്കെ നടക്കും. ഇറ്റ് എൻകറേജസ് ഡിപ്പെൻഡൻസ്. പലരെയും ഡിപ്പെൻഡ് ചെയ്യും, പുസ്തകങ്ങളെ, ടീച്ചറിനെയൊക്കെ. ഇറ്റ് ട്രെയിൻസ് ദ മൈൻഡ് ആൻഡ് ഗീവ്സ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്. ഇനിഷ്യേഷൻ എടുക്കാനുള്ള ധൈര്യം, അഡ്വഞ്ചറസിനുള്ള ധൈര്യം, ക്രിയേറ്റിവിറ്റിക്കുള്ള ധൈര്യം, മനസ്സിനെ പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കുന്നു, സെൽഫ് കോൺഫിഡൻസ് നൽകുന്നു. ഇതൊക്കെ ഇതിൻ്റെയാണ്. ദർ ഈസ് ലെസ് സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റി. ഇവിടെ ആക്ടിവിറ്റിക്ക് സ്ഥാനമില്ല. ഇറ്റ് ഈസ് ഫുൾ ഓഫ് ആക്ടിവിറ്റി. ഇറ്റ് ഈസ് എ ഡൗൺവേർഡ് പ്രോസസ് തോട്ട് ആൻഡ് ലീഡ്സ്. തോട്ട് പ്രൊവോക്കിംഗ് അല്ല. ഇറ്റ്സ് എൻ അപ്വേർഡ് പ്രോസസ് ഓഫ് തോട്ട് ആൻഡ് ലീഡ്സ് ടു പ്രിൻസിപ്പിൾസ്. അതായത് ചിന്തിക്കും, ചിന്തയിൽ നിന്നും അവരൊരു സൊല്യൂഷനിൽ എത്തിച്ചേരും. അതാണ് ഇൻഡക്റ്റീവ്. അപ്പോൾ ഇൻഡക്റ്റീവ് ആണ് ലേണർ, ഡിഡക്റ്റീവ് ടീച്ചർ. അങ്ങനെ ഓർത്താൽ മതി. ഒരിക്കലും മറക്കത്തില്ല. പരീക്ഷയിലിരിക്കുമ്പോൾ ഒരു പോയിന്റ് നമുക്ക് കിട്ടും. മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഞാനിത് പഠിച്ച് വന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തി. അത് ഞാൻ വീണ്ടും പറയുന്നു, എത്രമാത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എനിക്കറിയില്ല. എൻ്റെ ഉദ്ദേശം ജെന്യൂനാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു 2 മാർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കിനാണോ ചോദിക്കുന്നത് അത്രയും മാർക്ക് നിങ്ങൾക്ക് കിട്ടണം. സോ ഇതിവിടെ അവസാനിക്കുന്നില്ല. പരീക്ഷയ്ക്ക് മുമ്പ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യും. ഒന്നുകൂടെ പറയുന്നു, ക്ലാസ് 2-3 തവണ കാണുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത്യാവശ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസ്സുകൾ, ഈ ടീച്ചിങ് എന്ന് പറയുന്ന മേഖല ഇപ്പോൾ എൻട്രി ആപ്പിലാവും, ടീച്ചിങ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എന്തും ആയിക്കോട്ടെ, HSA, HSST, LP, UP, കേറ്ററ്റ് എന്തും ആയിക്കോട്ടെ, അതിനെല്ലാം ഒരു നല്ല ടീം നമുക്കുണ്ട്.
അതുകൊണ്ട് തന്നെ കേരളത്തിൽ എവിടെ കിട്ടുന്നതിനേക്കാളും ബെറ്റർ ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടും. അത്രമാത്രം നല്ല രീതിയിൽ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഒരുപാട് പരീക്ഷകളും വരുന്നുണ്ട്. ആ പരീക്ഷകൾക്കൊക്കെ നല്ല ട്രെയിനിങ് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ ക്ലാസ്സുകളും ഒബ്സർവ് ചെയ്തിരിക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവർക്കും ആശംസകൾ. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, എവിടെയൊക്കെ നിങ്ങൾ പേടിച്ച് നിൽക്കുന്നുവോ യു വിൽ നോട്ട് ബി റിമെമ്പേർഡ്. നിങ്ങൾ അവിടെ ഒന്നും ഓർമ്മിക്കപ്പെടില്ല. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. വിഷ് യു ആൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. LP UP പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ബാക്കി പരീക്ഷകൾ വരുന്നുണ്ട്. സോ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ബൈ ഫ്രം രഞ്ജിത്ത് ആർക്കി തഴവ.